ഒരു പയ്യൻ ആദ്യമായിട്ടായിരുന്നു ബാസ്കറ്റ്ബോൾ കളിച്ചിരുന്നത്. പക്ഷേ അവൻ അത്ര കൃത്യതയോടെയാണ് പന്തെറിഞ്ഞിരുന്നത്. 60 മീറ്റർ ദൂരെ നിന്ന് പോലും റിംഗിൽ സ്പർശിക്കാതെ പന്തെത്തിക്കാൻ അവന് കഴിഞ്ഞു. പല വലിയ ക്ലബ്ബുകളും അവനെ അവരുടെ ടീമിൽ ചേർക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ എല്ലാ വാഗ്ദാനങ്ങളും നിരസിച്ചു. ഇതുവരെ ഒരു മത്സരം പോലും ജയിക്കാത്ത ഏറ്റവും ദുർബലമായ ടീമിനെയാണ് അവൻ തിരഞ്ഞെടുത്തത്. ഈ ടീമിൽ ചേരാൻ ടീം ക്യാപ്റ്റനെ തോൽപ്പിക്കണമായിരുന്നു. ക്യാപ്റ്റനെ തോൽപ്പിക്കുന്നത് അസാധ്യമാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ പയ്യൻ അങ്ങനെ തോന്നിയില്ല. ക്യാപ്റ്റൻ അവനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പതിയെ ചാടി ബാക്ക് ബോർഡിൽ ഒരു ബിയർ ക്യാനിൻ വെച്ചു. മത്സരം ആരംഭിച്ചു. പയ്യന് ആദ്യത്തെ പന്ത് കിട്ടി. എന്നാൽ അവൻ ഒരിക്കലും ഡ്രിബ്ലിംഗ് ചെയ്യാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അടുത്ത നിമിഷം ക്യാപ്റ്റൻ പന്ത് തട്ടിയെടുത്തു ഒരു ശക്തമായ ഡങ്ക് ചെയ്തു. താഴെ ഇറങ്ങുമ്പോൾ വീഴുകയായിരുന്ന ബിയർ ക്യാൻ ക്യാപ്റ്റൻ അനായാസം പിടിച്ചു. പയ്യൻ സ്തംഭിച്ചുപോയി. ക്യാപ്റ്റൻ ഇത്രയും മികച്ച കളിക്കാരനാണെന്ന് അവന് ഒരു ധാരണയുമില്ലായിരുന്നു. രണ്ടാം റൗണ്ടിൽ പയ്യൻ 3 ചുവടുകൾ പിന്നോട്ടോടി. പക്ഷേ പെട്ടെന്ന് ഹാഫ് കോർട്ടിൽ നിന്ന് പന്തെറിഞ്ഞു. പന്ത് നേരെ ബാസ്ക്കറ്റിലേക്ക് പോയി. കാഴ്ചക്കാർ ഞെട്ടിപ്പോയി. പയ്യൻ മത്സരം ജയിച്ചു, ടീമിൽ ചേർന്നു. ആദ്യത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ അവനെ ബെഞ്ചിലിരുത്തി. ആദ്യം മറ്റു കളിക്കാരുടെ ടെക്നിക്കുകൾ ശ്രദ്ധയോടെ കണ്ടുപഠിക്കാൻ പറഞ്ഞു. ക്യാപ്റ്റൻ നന്നായി കളിച്ചു. പക്ഷേ മറ്റു കളിക്കാർ വളരെ ദുർബലരായിരുന്നു. ഒടുവിൽ ക്യാപ്റ്റന് പയ്യനെ കളത്തിലിറക്കേണ്ടി വന്നു. കളത്തിൽ പയ്യൻ വീണ്ടും വീണ്ടും പന്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓരോ തവണയും ആരെങ്കിലും അവനിൽ നിന്ന് പന്ത് തട്ടിയെടുത്തു. ടീമിന് പോയിന്റുകൾ നഷ്ടപ്പെട്ടു. ഒരു തവണ അവന് ഷൂട്ട് ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ പന്ത് നേരെ ക്യാമറാമാന്റെ അടുത്തേക്ക് പോയി. അവൻ പരിഭ്രാന്തനായി. പിന്നെ ഷൂട്ട് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ അടുത്ത തവണ അവന് പന്ത് ലഭിച്ചപ്പോൾ അവൻ 3 പോയിന്റ് ലൈനിന് പുറത്തുനിന്ന് ഓടി പന്തെറിഞ്ഞു. പന്ത് വീണ്ടും റിംഗിലേക്ക് പോയി. കാണികളുടെ കരഘോഷം കൊണ്ട് അന്തരീക്ഷം മുഴങ്ങി. അവന്റെ ഒരു ഷോട്ട് ടീമിന് വിജയം നേടിക്കൊടുത്തു. ഇതിനുശേഷം തനിക്ക് നിരവധി ബലഹീനതകളുണ്ടെന്ന് പയ്യൻ തിരിച്ചറിഞ്ഞു. രാത്രിയിൽ അവൻ ബസ്സുകളുടെ പിന്നാലെ ഓടി, ഡ്രിബ്ലിംഗിൽ പരിശീലനം നടത്തി. പകൽ ജിമ്മിലോടി. എല്ലായ്പ്പോഴും ബാസ്കറ്റ്ബോൾ കൂടെ കൊണ്ടുപോയി. പെട്ടെന്ന് അവന്റെ ഡ്രിബ്ലിംഗിൽ പുരോഗതിയുണ്ടായി. എന്നാൽ ഡ്രിബ്ലിംഗ് മാത്രം പോരാ എന്നവൻ അറിയാമായിരുന്നു. ഇപ്പോൾ ഡങ്ക് ചെയ്യാനും പഠിക്കണമായിരുന്നു. അവൻ ക്യാപ്റ്റനോട് ഡങ്ക് പഠിപ്പിക്കാൻ സംസാരിച്ചു. എന്നാൽ ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ നന്നായി പഠിക്കാൻ ക്യാപ്റ്റൻ വ്യക്തമായി പറഞ്ഞു. പയ്യൻ ഇതിൽ തൃപ്തനായില്ല. അന്ന് രാത്രി അവൻ കുങ്ഫു പോലുള്ള നീക്കങ്ങളിൽ ഡങ്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ സീലിംഗ് ലൈറ്റിൽ ചെന്ന് ഇടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ബാസ്കറ്റ്ബോൾ ലീഗിന്റെ ട്രൈ ഔട്ടുകൾ ആരംഭിച്ചു. പയ്യൻ കളത്തിലിറങ്ങിയപ്പോൾ തന്നെ എതിർ ടീം കളിക്കാർ അവനെ കളിയാക്കാൻ തുടങ്ങി. എന്നാൽ അവൻ നിശബ്ദനായിരുന്നു. കളിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കളി ആരംഭിച്ചു. അവൻ വായുവിൽ ചാടി പന്ത് ക്യാപ്റ്റന് പാസ് ചെയ്തു. ക്യാപ്റ്റൻ ശക്തമായ ഡങ്ക് ചെയ്ത് ആദ്യത്തെ സ്കോർ നേടി. പിന്നെ പയ്യൻ വീണ്ടും ഹാഫ് കോർട്ടിൽ നിന്ന് പന്തെറിഞ്ഞു. പന്ത് നേരെ റിംഗിലേക്ക് പോയി. മുഴുവൻ സ്റ്റേഡിയവും കരഘോഷം കൊണ്ട് മുഴങ്ങി. ഇപ്പോൾ കളിയുടെ ഗതി പൂർണ്ണമായും മാറി. ഇത്തവണ പയ്യൻ ഹാഫ് കോർട്ടിൽ നിന്ന് തന്നെ ഡങ്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കൂടുതൽ ശക്തി ഉപയോഗിച്ചതുകൊണ്ട് അവൻ നേരെ ബാക്ക് ബോർഡിൽ തട്ടി. ബാക്കിയുള്ള മത്സരത്തിൽ അവൻ മികച്ച കളി പുറത്തെടുത്ത് ഡിഫൻഡർമാരെ കബളിപ്പിച്ച് ടീമിന് വിജയം നേടിക്കൊടുത്തു. അവനൊരു വളരുന്ന താരമായി മാറി. മാധ്യമങ്ങൾ അവന്റെ കഥയിൽ താൽപര്യം കാണിച്ചു. പല വലിയ ക്ലബ്ബുകളും അവനെ സൈൻ ചെയ്യാൻ തയ്യാറായി.